ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ 28 ദിവസത്തെ മാജിക് പ്രാക്ടീസിൻ്റെ ഇന്ന് 25ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാ വീഡിയോകളും കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിത് പ്രാക്ടീസൊക്കെ ചെയ്യാൻ. എന്നാലും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ കുറച്ച് കേട്ടു, കുറച്ച് കണ്ടു, അതിന് ശേഷം നമ്മൾ വെറുതെ ഇതിനു വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സത് ഉൾക്കൊള്ളില്ല. നമ്മളതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരുപാട് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊരു ചെറിയ സമയം, കുറച്ച് സമയം നമ്മൾ അതിനൊക്കെ വേണ്ടി മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിശീലനം എന്ന് പറയുന്നത് 25ാമത്തെ ദിവസമാണ്. നമ്മുടെ ഇന്നത്തെ പരിശീലനം നമ്മൾ മാന്ത്രികതയെ തൊടുത്തുവിടുക എന്നുള്ളതാണ്. നമ്മളെല്ലാ ക്ലാസ്സുകളിലും ഇത് തന്നെയാണ് പ്രാക്ടീസുകൾ. ഓരോരോ പ്രത്യേക കാര്യങ്ങളിലാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷെ കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നാം ഇതെന്നൊക്കെ തോന്നാം, എങ്ങനെയൊക്കെ തോന്നാം. പക്ഷേ ഇതിലും ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് റിസൾട്ട് ഉണ്ട് ഇതിൽ. ഓരോ പ്രാക്ടീസിലും അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസിൽ മാന്ത്രികത തൊടുത്തുവിടുക, അതായത് യൂണിവേഴ്സ് നമുക്കെല്ലാം തരാൻ തയ്യാറാണ്. നമ്മൾ വിചാരിക്കുക യൂണിവേഴ്സ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, നമ്മൾ എന്ത് ചോദിച്ചാലും തരും എന്നുള്ളൊരു ഒരു ഇത് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ യൂണിവേഴ്സിലെല്ലാതും ഉണ്ട്. എല്ലാ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം അബൻഡൻസ് ഇവിടെ തന്നെയുണ്ട്. നമ്മളതിന് പാകപ്പെടണം. എന്തിലൂടെ? കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ മാറ്റിയെടുക്കണം. ഇപ്പോൾ 24 ദിവസം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിന് പാകപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ മനസ്സും ശരീരം ഓരോ കോശങ്ങളും അതിനുവേണ്ടി നമ്മൾ യൂണിവേഴ്സായിട്ട് ഒരു കണക്ഷൻ, ഒരു അലൈൻമെൻറ്റ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ യൂണിവേഴ്സ് നമുക്ക് എന്തും തരാൻ തയ്യാറാണ്. നമ്മളത് ആവശ്യപ്പെടണം, നമ്മളത് നേടിയെടുക്കണം, യൂണിവേഴ്സിൽ നേടണം. അതിന് കൃതജ്ഞത പരിശീലനത്തിലൂടെ നമുക്കത് എന്തും നേടിയെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇവിടെ യൂണിവേഴ്സിലെല്ലാം ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കയ്യിലേക്ക്, ഇപ്പോൾ നമ്മൾ എന്താണോ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുന്നത് അത് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട് ഇന്നത് നിങ്ങൾ വെച്ചോ അല്ലെങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കുന്നു പറയാൻ പറ്റില്ല യൂണിവേഴ്സിൽ. യൂണിവേഴ്സ് എന്താ ചെയ്യുന്നത്? നമുക്ക് അടയാളങ്ങളായിട്ടും ഓരോ ഇതുകൾ കാണിച്ചു തന്നിട്ടും നമ്മളോട് നമുക്ക് നിർദ്ദേശങ്ങൾ തരണം. അങ്ങനെ നമ്മളത് കാണാനുള്ള ഉൾക്കണ്ണും കൂടി നമുക്ക് വേണം. അതെങ്ങനെയാണ്? നമ്മൾ 24 ദിവസത്തെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അടയാളങ്ങളും ഈ എന്താ പറയുക ലക്ഷണങ്ങളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആ രീതിയിലേക്ക്, ആ തലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അറിയാതെയോ നമ്മൾക്ക് അതിലെത്തും. നമ്മൾ കഴിഞ്ഞ പ്രാക്ടീസിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തിപ്പെടും. അപ്പോൾ യൂണിവേഴ്സ് തരുന്ന ഓരോ അടയാളങ്ങൾ നമ്മൾ കാണാൻ നമുക്ക് ഓരോ കാര്യങ്ങളിലൂടെയാണ് നമ്മളോട് തരുന്നത്. അല്ലാതെ നമ്മുടെ കയ്യിലൊന്നും കൊണ്ടുവച്ച് തരില്ല. ആകർഷണ നിയമം ഉപയോഗിച്ച് യൂണിവേഴ്സ് നമുക്ക് അടയാളങ്ങളും ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തരുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാനും കൂടി നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. 24 ദിവസത്തെ പ്രാക്ടീസ് കഴിയുമ്പോഴേക്കും നമ്മളതൊക്കെ ഒരുവിധമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെല്ലാത്തിലും കൃതജ്ഞത കൊണ്ടുവരിക. കൃതജ്ഞതയാണ് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ. നമ്മൾ കൃതജ്ഞത ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് ആ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മൾ ഓരോ കോശങ്ങളിലും കൃതജ്ഞത നിറഞ്ഞ് നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിലെങ്ങനെയാണ് അടയാളങ്ങൾ, സൂചനകൾ എന്നൊക്കെ പറഞ്ഞു നമ്മൾ. പക്ഷേ നമ്മൾ ഒന്ന് ആലോചിച്ച് ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ടു. ഒരു ചെറിയൊരു ഉദാഹരണമാണ്. പല അടയാളങ്ങളും നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുമെങ്കിലും ഇതൊരു ചെറിയ പറയണം. ആംബുലൻസിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് വിചാരിക്കണം? നമ്മുടെ നല്ല ആരോഗ്യത്തിന് കൃതജ്ഞതാലുവായിരിക്കേണ്ട സമയമാണ്. നമ്മുടെ നല്ല ആരോഗ്യത്തിന് നമ്മൾ നന്ദി പറയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ അത്രയും തടിയുള്ള ഒരാളാണ്, നിങ്ങൾ സ്ലിം ആയിട്ടുള്ള ഒരു കുട്ടീനെ കാണുമ്പോൾ നമ്മളൊക്കെ സാധാരണ സാധാരണക്കാരെന്താണ് ചിലപ്പോൾ നമ്മൾ നല്ല ഭംഗിയും സുന്ദരിയായിട്ടൊരു കുട്ടീനെ കാണുമ്പോൾ നമ്മൾ ചിലർക്ക് കുശുമ്പാണ് തോന്നുക. ചിലർ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയും. ചില ആളുകൾക്ക് ഒരു ഇതൊക്കെ തോന്നും. അതിന് പകരം നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്ത വരുന്നതിന് പകരം നമ്മൾ അവരുടെ നല്ല ആരോഗ്യത്തിന്, നല്ല ക്യൂട്ടാണല്ലോ, നല്ല കുട്ടിയാണല്ലോ, നല്ല സിമ്പിളാണല്ലോ, അപ്പം നമ്മളെ ആഗ്രഹം തടി കുറയാൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളത് പറയുമ്പോൾ നമ്മളിലേക്ക് അതിൻ്റെ കൃതജ്ഞത അത് നമ്മളിലേക്ക് വന്നു ചേരും. അപ്പം നമ്മൾ എന്ത് കാര്യത്തിനും നമ്മൾ കൃതജ്ഞതാലുവായിരിക്കുക ഓരോ കാര്യങ്ങൾക്കും. ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക വഴി കൂടെ നടന്നു പോകുമ്പോൾ നമ്മളൊരു പോലീസ് വാഹനം കാണുകയാണെങ്കിൽ നമ്മൾ സുരക്ഷയെ കുറിച്ച് ചിന്തിക്കും, നമ്മുടെ ക്ഷേമത്തെക്കുറിച്ച് നമ്മൾ അതിന് നന്ദി പറയുക. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക നല്ലൊരു കുടുംബം, കുട്ടികളും മക്കളും അവർ ഫാമിലി പോകുമ്പോൾ അവർ നല്ല സന്തോഷത്തോടെ കളിച്ച് ചിരിച്ചു പോകുമ്പോൾ നമ്മളൊരു നല്ല കുടുംബം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾക്ക് അതിന് നന്ദി പറയാം. നമുക്കൊരു സൂചനകളാണ്, അപ്പോൾ അതിന് നന്ദി പറയാം. അങ്ങനെ എന്താണോ നമ്മൾ എപ്പോഴും നമ്മൾ നെഗറ്റീവ് പറയാം. നമ്മൾ
മുന്നേ എന്താണ് ഈ കൃതജ്ഞത ഈ ക്ലാസ്സിലേക്ക് നമ്മൾ ഈ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും എന്തെങ്കിലും കണ്ടാലും ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് നല്ലൊരു കാറ് വാങ്ങിച്ചു, അപ്പോൾ നമ്മൾ മനസ്സിലെന്താ തോന്നുമോ അവളത് വാങ്ങിച്ചു അല്ലെങ്കിൽ അവനത് വാങ്ങിച്ചു എന്നുള്ളൊരു നെഗറ്റീവ് ചിന്ത വരും. അതിന് പകരം അവരത് വാങ്ങിച്ചല്ലോ, ഒരുപാട് നന്ദി, നമുക്കും അത് കിട്ടുമെന്നുള്ള രീതിയിൽ നമ്മൾ ആ നന്ദി പറയുമ്പോൾ നമ്മളിലേക്കും അത് വരണം. ഇപ്പോൾ നിങ്ങളൊരു ATM കാർഡിൽ ചെന്ന് നിൽക്കുമ്പോൾ വരികൾ കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം, വരിയിൽ കുറേ ആൾക്കാർ നിൽക്കുമ്പോൾ കുറേ പേരെടുക്കാൻ നിൽക്കുന്നുണ്ട് പൈസ, നമുക്ക് എന്താ തോന്നുന്നു? അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ചെല്ലുമ്പോൾ എത്ര തിരക്കാണ്, ദൈവം ഇനി എപ്പോൾ കിട്ടും, ആ ചിന്ത മാറ്റിയിട്ട് നമ്മൾ എന്ത് വിചാരിക്കണം? ഇതിന് നന്ദി പറയണം. ആ പൈസ അവിടെ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളത് എടുക്കാൻ പോണത്. അവരും ആ പൈസ എടുക്കാൻ നിൽക്കുന്നവരല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട്, കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ നമ്മളെ വീട്ടിലെത്തുമ്പോൾ വീടിന് നന്ദിയുള്ളവരായിരിക്കുക, നമ്മളതിനൊക്കെ നെഗറ്റീവ് കാണാതെ അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്കും നമ്മൾ കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളെ സ്വപ്നമൊക്കെ നമുക്ക് പല സ്വപ്നങ്ങളുണ്ട്. നമുക്ക് നല്ലൊരു വീട്, കാർ, ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവരിലേത് അത് കാണുമ്പോൾ നമ്മൾ മുൻകൂട്ടി നന്ദി പറയാൻ പഠിക്കുമ്പോൾ അത് നമ്മളിലേക്കും വന്നു ചേരും സാവധാനം. അപ്പം നമ്മുടെ ആഗ്രഹം, നമുക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്, നമുക്കത് വേണം ഇത് വേണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ നമ്മൾ നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് അതിന് നന്ദി പറയാം. ഇപ്പോൾ ഒരു പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ നമുക്കൊരു ഗുഡ് മോർണിംഗ്, പലരും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഗുഡ് മോർണിംഗ് തന്നില്ല, നല്ലൊരു ദിവസത്തിന് ഗുഡ് മോർണിംഗ്. നമ്മുടെ നല്ലൊരു ദിവസം നമ്മളതിന് നന്ദി പറയണം, നല്ല ദിവസത്തിന്. അതേപോലെ വൈകുന്നേരം നമ്മൾ രാവിലെ തന്നെ അല്ലെങ്കിൽ വൈകുന്നേരം, രാവിലെയോ വൈകുന്നേരമോ, ഇപ്പോൾ രാവിലെ നമ്മൾ വന്ന് ജനല തുറന്ന് വാതിലൊക്കെ തുറന്ന് വരുമ്പോൾ നമ്മൾ എന്ത് പറയണം? പുതിയൊരു നല്ല അതിമനോഹരമായ നല്ല ദിവസത്തിന് നമ്മൾ നന്ദി പറയാം. അതേപോലെ രാത്രി നമ്മൾ കിടക്കാൻ പോകുമ്പോൾ നമ്മൾ വാതിലുകളും ജനലൊക്കെ അടയ്ക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഇന്ന് തന്ന അതിമനോഹരമായ നല്ല ദിവസത്തിന് ഒരുപാട് നന്ദി പറയാം. അങ്ങനെ നമ്മൾ മാറ്റിക്കൊണ്ടിരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാം. ഇതാണ് റൗണ്ടബൺ നമുക്ക് പറഞ്ഞു തരുന്ന പരിശീലനത്തിൻ്റെ ഒരു ഭാഗം. അപ്പോൾ നമ്മൾ ഇതൊരു എന്താ പറയുക, ഒരു കളി പോലെ എടുക്കുക. ഇതിന് വലിയൊരു സീരിയസ് ആയിട്ട് അയ്യോ ആ നന്ദി പറയണം, അയ്യോ ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ നന്ദി പറയണം എന്ന് എടുക്കേണ്ട. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു ചെറിയൊരു കളി, ഒരു ഗെയിമായിട്ട് എടുത്താൽ മതി. നമ്മൾ എന്ത് കാണുമ്പോഴും ഓരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ വഴി കൂടെ പോകുമ്പോഴും കാണുമ്പോഴും നടക്കുമ്പോഴൊക്കെ അതിന് നമുക്ക് ഓരോ സൂചനകൾ കിട്ടുമ്പോൾ, അതായത് ഓരോന്ന് കാണുന്നതും ഓരോ സൂചനകളാണ്. ഓരോ ദിവസവും നമുക്ക് പ്രപഞ്ചം പുതിയ സൂചനകൾ തരുന്നുണ്ട്. അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് പറയാമെന്നുള്ളത്. നിങ്ങളത് സീരിയസ് ആയിട്ട് ഇനി ഇത് പറയണം അല്ല ഇത് ഇങ്ങനെയാണ്, അതിനങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങളും കാണുമ്പോഴും നമ്മളതിന് കൃതജ്ഞത പറയാം. നമ്മൾ മുന്നേ ചെയ്തിരുന്നത് എന്താണ്, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സുഹൃത്തൊരു നല്ല കാര്യം മേടിക്കുമ്പോൾ നമ്മൾ ചിലർക്ക് മനസ്സിലൊരു കുശുമ്പ് തോന്നും. അതിന് പകരം നമ്മൾ നന്ദി പറയാം, കൃതജ്ഞത പറയാം. അവർക്കത് വാങ്ങാൻ കഴിഞ്ഞതിന് നമ്മൾ നന്ദി പറയാം. അതാണ് ഇന്നത്തെ പരിശീലനം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യേണ്ട, ഈ പരിശീലനത്തിൽ ചെയ്യേണ്ടത് ഒരു 7 കാര്യങ്ങൾക്കെങ്കിലും നമ്മൾ ഇതേപോലെ നന്ദി പറയും. നമുക്ക് പല സൂചനകളും രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രപഞ്ചം ആകർഷണ നിയമത്തിലൂടെ പല സൂചനകളും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊരു 7 എണ്ണത്തിനെങ്കിലും നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഓരോ കാര്യത്തിനും നമ്മൾ നന്ദി പറയാം. കാണുമ്പോൾ ഇത്രയും കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന എന്ത് കാര്യം കണ്ടാലും നമ്മളതിന് നന്ദി പറയാം. ഒരു ചുരുങ്ങിയത് 7 എണ്ണം, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നേരം വെളുത്ത് വൈകുന്നേരം വരെ പല സൂചനകളും നമുക്ക് ലഭിക്കും. ഇപ്പോൾ അസുഖം ഉള്ള ഒരാളെ കാണണമെങ്കിൽ നമുക്ക് അവരുടെ ആരോഗ്യത്തിന് നന്ദി പറയാം അല്ലേ. അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ ഒരു 7 എണ്ണത്തിനെങ്കിലും എല്ലാ ദിവസവും നിങ്ങളിങ്ങനെ ചെയ്യുക. നമ്മളൊരുപാട് മാറ്റം നമ്മളിൽ വന്ന് ചേരും. നന്ദി എത്രമാത്രം പറഞ്ഞാൽ അത് അധികമാവില്ല, നമുക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പരിശീലനം. 24 ദിവസം നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് അടയാളങ്ങളോ സൂചനകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വിധം നമ്മുടെ മനസ്സ് പാകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് 28 ദിവസം, നമ്മുടെ ഇത് 25ാമത്തെ, ഇനി 3 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങളിത് നോക്കി കൃത്യമായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ക്ലാസ് ഉണ്ട്, താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. നമ്മൾ 30 ദിവസത്തെയാണ്, ഒരു മാസത്തെ വാട്സപ്പ് ക്ലാസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായി സാധാരണ ആളുകൾക്ക് വേണ്ടി നമ്മൾ അത്ര ലളിതമായിട്ടാണ് ക്ലാസ്സിലൂടെ പറയുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.